ഹായ് എവ്രിവൺ, ഞാൻ അർജുൻ ശ്രീകുമാർ. യൂണിറ്റ് 3-ലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആൻഡ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്ന യൂണിറ്റ് 3-ലെ വെബ് പ്രോഗ്രാമിംഗ് എന്ന സെക്ഷനിലെ HTML എന്ന സബ്സെക്ഷനാണ് ഈ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന സെക്ഷനകത്ത് ഇത്രയും സബ് ടോപ്പിക്സ് ആണ് വരുന്നത്: HTML, DHTML, XML, സ്ക്രിപ്റ്റിംഗ്, ജാവ, സെർവ്ലെറ്റ്സ് ആൻഡ് ആപ്ലെറ്റ്സ്. ബട്ട് ഈ വീഡിയോയിൽ ഞാൻ ഇതിലെ HTML പോർഷൻ മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, കഴിഞ്ഞ 2 എക്സാംസിൽ ഈ വെബ് പ്രോഗ്രാമിംഗിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഫ്രീക്വൻസി നോക്കിക്കഴിഞ്ഞാൽ HTML നിന്ന് 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു, ഡിസംബർ 2019. XML നിന്ന് 1, സ്ക്രിപ്റ്റിങ്ങിൽ നിന്ന് 1, ജാവയിൽ നിന്ന് 2. ഇതിൽ സ്ക്രിപ്റ്റിങ്ങിലെ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി HTML-ഉമായിട്ട് കമ്പൈൻഡ് ആയിട്ട് വന്നൊരു ക്വസ്റ്റ്യനാണ്. അതിനെ HTML-ൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിലും നമുക്ക് കണക്കാക്കാവുന്നതാണ്. സോ അതിൻ്റെ 2 ഓപ്ഷൻസിൽ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ചേർത്തിട്ടായിരുന്നു ആ ക്വസ്റ്റ്യൻ. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ചും ഒരു സ്റ്റേറ്റ്മെൻറ്റ് HTML-നെ കുറിച്ചുമായിരുന്നു. സോ എനിവേ, ഈ വെബ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. കാരണം നമുക്കിവിടെ തന്നെ നോക്കിയാൽ അറിയാം, 6 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ 2 എക്സാംസിലായിട്ട് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ HTML-ൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല, വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ HTML-ൻ്റെ ഒരുപാട് ഡീപ്പായിട്ടുള്ള നോളജിൻ്റെ ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ അതിലെ ക്വസ്റ്റ്യൻസ് ഈസി ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാം. കാരണം ഒരു ഉദാഹരണം, കഴിഞ്ഞ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. HTML-നകത്തുള്ള ചില ടാഗുകളും അതിൻ്റെ ഫങ്ഷൻസും തന്നിരുന്നു. ജസ്റ്റ് മാച്ച് ചെയ്യേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതും വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു കാര്യമാണ്, അതിൻ്റെ ബേസിക്സ് അറിയാമെങ്കിൽ. അതുകൊണ്ടാണ് HTML ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നമുക്ക് എന്താണ് HTML നോക്കാം. HTML വളരെ സുപരിചിതമായിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് എല്ലാവർക്കും. എന്നിരുന്നാലും ചിലപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ചിലപ്പോൾ സ്കൂളിൽ പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ എപ്പോഴെങ്കിലും പഠിച്ചതായിരിക്കാം. സ്ഥിരമായി യൂസ് ചെയ്യാത്തതുകൊണ്ട് മേ ബി അതിൻ്റെ ഒരു ടച്ച് പോയിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് HTML ഒന്ന് റിവൈസ് ചെയ്യാം. സോ HTML സ്റ്റാൻഡ്സ് ഫോർ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. HTML ഫുൾ ഫോമായിട്ട് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാലും ഇതെഴുതാവുന്നതാണ്: ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ആൻഡ് HTML എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാവുന്നതാണ്. വെബ്സൈറ്റ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആൻഡ് ഇവിടെ നമ്മൾ ഒരു കാര്യം അറിയണം, വെബ്സൈറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. ഓക്കെ, അതായത് ഒരു വെബ്സൈറ്റിൽ നമ്മൾ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു സ്ക്രീനിനെ നമ്മൾ വെബ് പേജ് എന്ന് വിളിക്കും. അതിനുശേഷം ആ സ്ക്രീനിൽ നിന്ന് ഒരു ബട്ടൺ വഴിയോ ഒരു ലിങ്ക് വഴിയോ നമ്മൾ മറ്റൊരു പേജിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെ മറ്റൊരു വെബ് പേജ് എന്ന് പറയും. സോ ഒരു വെബ്സൈറ്റിലെ ഓരോ സ്ക്രീനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെബ് പേജസ്. ആൻഡ് ഓരോ ഇൻഡിവിജ്വൽ വെബ് പേജസും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് HTML എന്ന മാർക്കപ്പ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് HTML ഡോക്യുമെൻറ്റ്സിൻ്റെ എക്സ്റ്റൻഷൻസ് .html എന്ന എക്സ്റ്റൻഷനിലായിരിക്കും സേവ് ചെയ്യുന്നത്. ആൻഡ് നമുക്കറിയാം, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമ്മളൊരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ വി നീഡ് എ പ്ലാറ്റ്ഫോം ടു കമ്പൈൽ ഇറ്റ് ആൻഡ് എക്സിക്യൂട്ട് ഇറ്റ്, റൈറ്റ്? സിമിലർലി HTML ഡോക്യുമെൻറ്റ്സിനെയും എക്സിക്യൂട്ട് ചെയ്യാനായിട്ടൊരു പ്ലാറ്റ്ഫോം വേണം. ആ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, നമ്മുടെ വെബ് ബ്രൗസേഴ്സ് തന്നെയാണ്, സച്ച് ആസ് ഗൂഗിൾ ക്രോം, മോസില്ല ഫയർഫോക്സ് എക്സെട്ര. അപ്പോൾ HTML ഡോക്യുമെൻറ്റ് റൺ ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നും നമുക്ക് ആവശ്യമില്ല. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക, അതിനകത്ത് HTML കോഡ് ടൈപ്പ് ചെയ്യുക, .html എക്സ്റ്റൻഷനിൽ സേവ് ചെയ്യുക. ആൻഡ് ജസ്റ്റ് ആ ഫയലിനെ ഓപ്പൺ വിത്ത് എ ബ്രൗസർ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഡോക്യുമെൻറ്റ് റെൻഡറായി നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് വെബ് ബ്രൗസറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ആൻഡ് നമ്മൾ HTML യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജസ്, ഞാൻ പറഞ്ഞു, വെബ്സൈറ്റ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ ഓഫ് വെബ് പേജസ് ആണ്. സോ ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് നമുക്ക് നാവിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വി യൂസ് ഹൈപ്പർ ലിങ്ക്സ്, സംതിങ് കോൾഡ് ഹൈപ്പർ ലിങ്ക്സ്. അതായത് നമുക്കറിയാം, ഒരു ഉദാഹരണത്തിന് google.com സെർച്ച് എഞ്ചിൻ നമ്മൾ ആക്സസ് ചെയ്തു. അവിടെ നമ്മളൊരു കീവേഡ് കൊടുത്തു, സെർച്ച് ചെയ്തു, അപ്പോൾ കുറേ റിസൾട്ട്സ് വന്നു. ആ റിസൾട്ടിലെല്ലാം നമുക്ക് കാണാം, നീല കളറിൽ കുറേ ലിങ്കുകൾ കാണാം. അതിലേതെങ്കിലും ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വെബ് പേജിലേക്കാണ് പോകുന്നത്. ആ ലിങ്കുകളെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ ലിങ്ക്സ്. ആൻഡ് HTML യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ്സിൽ നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്താണ് വി നാവിഗേറ്റ് ബിറ്റ്വീൻ വേരിയസ് വെബ് പേജസ്. ഇനി HTML alone is not used to create interactive websites. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, HTML ഒരു വെബ്സൈറ്റ് ഡിസൈൻ വേണ്ടിയിട്ടുള്ള ലാംഗ്വേജ് ആണ്. പക്ഷേ ഒരിക്കലും ഒരു പ്രൊഫഷണൽ ഡെവലപ്പർ
HTML മാത്രമായിട്ട് യൂസ് ചെയ്തൊരു വെബ് പേജോ വെബ്സൈറ്റോ ഡിസൈൻ ചെയ്യാൻ പോകുന്നില്ല. കാരണം HTML കൊണ്ട് നമുക്കൊരു ബേസിക് ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിനെ യൂസറിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, യൂസറിന് കൂടുതൽ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ HTML മാത്രം കൊണ്ട് സാധിക്കുകയില്ല. അതിന് നമുക്ക് അഡീഷണൽ ആയിട്ട് കുറച്ച് ലാംഗ്വേജസിൻ്റെ സപ്പോർട്ട് യൂസ് ചെയ്യേണ്ടി വരും. അതിനൊരു ഉദാഹരണമാണ് CSS. CSS സ്റ്റാൻഡ്സ് ഫോർ കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. CSS എന്ന് പറയുന്നത് എങ്ങനെ പറയാം, ഉദാഹരണത്തിന് ഞാൻ ഒരു ഫംഗ്ഷന് പോകാൻ തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എനിക്കന്ന് ഒരുങ്ങണം. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് HTML പോലെയാണ്. എന്നിട്ട് അതിന് ശേഷം ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ഒരു പ്രൊഫഷണൽ ബ്യൂട്ടീഷ്യൻ്റെ സഹായത്തോടു കൂടി കുറച്ച് മേക്കപ്പും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് CSS പോലെയാണ്. സോ വാട്ട് ഐ മീൻ ഈസ് HTML കൊണ്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടൊരു ലേഔട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഭംഗിയുള്ളൊരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാം, എന്നിരുന്നാലും അത് അത്രയ്ക്ക് യൂസർ അപ്പീലിംഗ് അല്ല. അതിനെ കുറേ കൂടെ മോടി പിടിപ്പിക്കുന്ന, കുറേ കൂടി അതിൻ്റെ സ്റ്റൈലുകൾ ആഡ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് മറ്റൊരു ലാംഗ്വേജായ CSS ആണ്. ആൻഡ് ഇത് മാത്രം കൊണ്ടൊരു വെബ്സൈറ്റ് HTML CSS മാത്രം കൊണ്ട് നമുക്കൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമെന്ന് പറയാനും പറ്റില്ല. അത്തരം വെബ്സൈറ്റുകൾ നമുക്ക് വെറുതെ കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. കൂടുതലായിട്ട് യൂസറിന് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. യൂസറിന് ഒരു ഇൻപുട്ട് കൊടുക്കാനോ യൂസർ ഇൻട്രാക്റ്റീവായിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൽ HTML-നും CSS-നും അഡീഷനായിട്ട് ജാവാസ്ക്രിപ്റ്റ് പോലുള്ളൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് കൂടി യൂസ് ചെയ്യേണ്ടതുണ്ട്. അതർവൈസ് യൂസറിന് ഇൻപുട്ട് കൊടുക്കാനും പറ്റില്ല, യൂസറിന് എന്തെങ്കിലും ഡേറ്റ ഫെച്ച് ചെയ്യാനോ പ്രോസസ്സ് ചെയ്യാനോ ഒന്നും കഴിയില്ല. വെറുതെ ഒരു കണ്ടൻറ്റ് പബ്ലിഷ് ചെയ്യാൻ മാത്രമേ HTML CSS കൊണ്ട് പറ്റുള്ളൂ. സോ ഇവിടെ സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു പോയിന്റ് കയറി വരികയാണ്. സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ടു മേക്ക് എ വെബ്സൈറ്റ് മോർ യൂസർ ഇൻട്രാക്റ്റീവ്. ഓക്കെ, അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റ് തന്നെയാണ്. സോ നമുക്കൊരു സ്ട്രക്ചർ ഓഫ് HTML ഡോക്യുമെൻറ്റ് നോക്കാം. HTML ഡോക്യുമെൻ്റ് ഒരു ബേസിക് സ്ട്രക്ചർ, അതായത് വളരെ അഡ്വാൻസ്ഡ് ആയ സാധനങ്ങളൊന്നുമല്ല, ഏറ്റവും അനിവാര്യമായി വേണ്ടുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നോക്കാം. ഇതാണ് ഒരു HTML ഡോക്യുമെൻ്റ് സ്കെലിറ്റൺ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, ഏറ്റവും ആദ്യം എഴുതിയേക്കുന്ന കണ്ടൻറ്റ് എന്ന് പറയുന്ന എക്സ്ക്ലമേഷൻ, നമ്മൾ ആംഗുലാർ ബ്രാക്കറ്റ്സിനകത്ത് എഴുതുന്ന കമ്പോണൻസിനെ HTML വിളിക്കുന്ന പേരാണ് ടാഗ്സ്. സോ ആദ്യം കാണുന്ന ഒരു ടാഗ് എന്ന് പറയുന്നത് ഡോക് ടൈപ്പ് HTML. ഇത് ആക്ച്വലി നമ്മുടെ ഡോക്യുമെൻറ്റുമായിട്ട് ഡയറക്റ്റ് ബന്ധമുള്ള ഒന്നല്ല, നമ്മുടെ വെബ് പേജിൽ എഴുതി കാണിക്കുന്ന ഒരു കണ്ടൻറ്റ് ഒന്നും അല്ല. പകരം ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഡോക് ടൈപ്പ് HTML എന്ന ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, HTML എന്ന ലാംഗ്വേജിന് ഒരുപാട് വേർഷൻസ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, നിലവിൽ HTML യൂസ് ചെയ്യുന്ന വേർഷൻ എന്ന് പറയുന്നത് HTML5 ആണ്. സോ നമുക്കറിയാം HTML ഡോക്യുമെൻറ്റ്സ് റെൻഡർ ചെയ്യുന്നത് ഒരു വെബ് ബ്രൗസറിലാണ്. ആൻഡ് നമുക്ക് റെൻഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ വെബ് ബ്രൗസറിനെ മനസ്സിലാക്കി കൊടുക്കണം നമ്മൾ HTML-ൻ്റെ ഏത് വേർഷനാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ അതിനനുസരിച്ച് ആ വെബ് ബ്രൗസറിന് കമ്പോണൻസ് റെൻഡർ ചെയ്യുന്നതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ ഫസ്റ്റിൽ കൊടുക്കുന്ന ലൈൻ. ഈ പെർട്ടിക്കുലർ ലൈൻ ഓരോ HTML വേർഷനിലും ഡിഫറെൻറ്റ് ഫോർമാറ്റിലാണ്. മുൻപത്തെ വേർഷനുകളിൽ കുറേ കൂടെ ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു കോഡായിരുന്നു വന്നിരുന്നത്. ആൻഡ് നൗ ഇൻ HTML5 ഇത് വളരെ സിമ്പിളായിട്ട് ഡോക് ടൈപ്പ് HTML എന്ന ഒരു സിമ്പിൾ ലൈൻ കൊണ്ട് മാത്രം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നു. സോ ഇതിന് ഡയറക്റ്റായിട്ട് നമ്മുടെ വെബ് പേജുമായിട്ട് ബന്ധം ഇല്ല, ഇത് ജസ്റ്റ് വെബ് ബ്രൗസറിന് കൊടുക്കുന്ന ഒരു ഇൻഫർമേഷൻ മാത്രമാണ്. ഇനി ഉള്ള ഭാഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വെബ് പേജ്. ആസ് ഐ സൈഡ്, നമ്മളൊരു വെബ് പേജ്, ഒരു സ്ക്രീൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് HTML യൂസ് ചെയ്യുന്നത്. സോ ആ വെബ് സ്ക്രീൻ അല്ലെങ്കിൽ ആ വെബ് പേജിനെ മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ് ഈ HTML ടാഗ്സ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണാം, തുടക്കത്തിൽ ഞാനൊരു HTML ടാഗ് എഴുതിയിട്ടുണ്ട്, ആൻഡ് ഏറ്റവും എൻഡിലും HTML ടാഗ് എഴുതിയിട്ടുണ്ട്. ഒരു വ്യത്യാസം, ഞാനൊരു /HTML എന്ന വേർഡിന് മുമ്പായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, ആദ്യത്തെ HTML ടാഗ് HTML-ൻ്റെ ഓപ്പണിംഗ് ടാഗും
അവസാനം കാണിക്കുന്ന HTML, അതായത് ഫോർവേഡ് / ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ടാഗ് എന്ന് പറയുന്നത് HTMLൻ്റെ ക്ലോസിംഗ് ടാഗുമാണ്. ഇതിൻ്റെ അർത്ഥം HTML ഡോക്യുമെൻറ്റ് ഇവിടെ തുടങ്ങുന്നു, ഇവിടെ അവസാനിക്കുന്നു എന്നാണ്. നമ്മളൊരു വെബ് പേജിനകത്ത് എന്തൊക്കെ കണ്ടൻറ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിച്ചാലും അതെല്ലാം തന്നെ ഈ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് HTML ടാഗ്സിന് അകത്തായിട്ട് തന്നെ എഴുതിയിരിക്കണം. ഇതിന് പുറത്ത് എഴുതുന്നതൊന്നും വെബ് പേജിൻ്റെ ഭാഗമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ബ്രൗസറിന് കഴിയില്ല. സോ HTML ടാഗാണ് ഒരു വെബ് ബ്രൗസറിന് ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടുന്ന ടാഗ്. ഇനി അതിനകത്തേക്ക് വരുമ്പോൾ നമ്മളൊരു HTML ഡോക്യുമെൻറ്റ്, ഈ HTML ടാഗിനകത്ത് എഴുതുന്ന എല്ലാം തന്നെ വെബ് പേജിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ വെബ് പേജിനെ നമ്മൾ രണ്ട് മേജർ സെക്ഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഒന്ന് ഹെഡ് എന്ന് പറഞ്ഞൊരു സെക്ഷനും 2 ബോഡി എന്നൊരു സെക്ഷനും. അപ്പോൾ HTML ഡോക്യുമെൻറ്റിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തത് ഹെഡ് സെക്ഷൻ എന്നും ബോഡി സെക്ഷൻ എന്നും. ഇതിൽ ഹെഡ് സെക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് HTML ഡോക്യുമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ഇൻക്ലൂഡ് ചെയ്യാനാണ് ഹെഡ് സെക്ഷൻ യൂസ് ചെയ്യുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു HTML ഡോക്യുമെൻറ്റ് മാത്രമായിട്ടല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഒപ്പം CSS ഫയൽസും ജാവാസ്ക്രിപ്റ്റ് ഫയൽസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെന്ന്. സോ അത്തരത്തിലുള്ള CSS ഫയൽസ്, ജാവാസ്ക്രിപ്റ്റ് ഫയൽസിനെയൊക്കെ HTML ഡോക്യുമെൻറ്റുമായിട്ട് ലിങ്ക് ചെയ്യിക്കാൻ അല്ലെങ്കിൽ HTML ഡോക്യുമെൻറ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ എഴുതുന്നത് ഹെഡ് സെക്ഷനിലാണ്. അതായത് HTML ഡോക്യുമെൻ്റ് മെറ്റാ ഡേറ്റ ഇൻക്ലൂഡ് ചെയ്യുന്ന ഏരിയ ആണ് ഹെഡ് സെക്ഷൻ. ഹെഡ് സെക്ഷനിൽ എഴുതുന്ന കാര്യങ്ങളൊന്നും നമുക്ക് വെബ് പേജിൽ ഡയറക്റ്റ്ലി വിസിബിൾ ആയിട്ടുള്ളതല്ല. ആകെ അതിനകത്ത് ഡയറക്റ്റ്ലി വിസിബിളായിട്ട് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയുന്നതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ ടാഗിനകത്ത് നമുക്ക് വെബ് പേജിനൊരു ടൈറ്റിൽ കൊടുക്കാം. ആ ടൈറ്റിൽ വെബ് പേജിൻ്റെ സ്ക്രീനിലല്ല ആക്ച്വലി ഡിസ്പ്ലേ ആവുന്നത്. പകരം നമ്മൾ ഇത് ഒരു വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ബ്രൗസറിൻ്റെ മുകളിൽ നമുക്കറിയാം ടാബ്സ് കാണിക്കാറുണ്ട്. ഓരോ വെബ് പേജിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ടാബ് കാണും. ആ ടാബിൽ എഴുതി കാണിക്കുന്നതാണ് ഈ ടൈറ്റിൽ എന്ന് പറയുന്ന പോർഷൻ. അല്ലാതെ ആ ടൈറ്റിൽ എന്ന് പറഞ്ഞ പോർഷൻ വെബ് പേജിനകത്ത് ഒരിടത്തും ഡിസ്പ്ലേ ആകുന്നില്ല. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാം വെബ് പേജ് എന്ന ആ സ്ക്രീൻ, നമ്മുടെ വെബ് പേജിൻ്റെ സ്ക്രീനിൽ കാണിക്കുന്ന ഒന്നും തന്നെ നമ്മൾ ഹെഡ് എന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഹെഡ് എന്ന സെക്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഡീറ്റെയിൽസ് എല്ലാം തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് ആണ്. ഇനി ബോഡിയിലേക്ക് വരുന്നു. സെക്കൻഡ് സെക്ഷൻ ബോഡി ഈസ് ഓൾസോ എ കമ്പൽസറി സെക്ഷൻ ബിക്കോസ് ആ ബോഡി എന്ന് പറയുന്ന സെക്ഷനാണ് നമ്മുടെ വെബ് പേജിൻ്റെ സ്ക്രീൻ, യൂസർ കാണുന്ന സ്ക്രീനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആ സ്ക്രീനിൽ എനിക്കൊരു ഇമേജ് വരണമെങ്കിൽ ആ ഇമേജ് ഈ ബോഡി ടാഗ്സ്, ബോഡിയുടെ ഓപ്പണിംഗ് ടാഗിനും ക്ലോസിംഗ് ടാഗിനും അകത്ത് തന്നെ പ്ലേസ് ചെയ്യണം. അതിനകത്തൊരു ടെക്സ്റ്റ് കാണിക്കണമെങ്കിൽ അതും ഇതേ ടാഗ്സിനകത്ത് തന്നെ പ്ലേസ് ചെയ്യണം. സോ വെബ് പേജിൽ എന്തൊക്കെ കാണണമെങ്കിലും അതെല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ബോഡി എന്ന് പറയുന്ന സെക്ഷനിലാണ്. വെബ് പേജിനെ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള മറ്റ് ഇൻഫർമേഷൻസ് എല്ലാം, മെറ്റാഡേറ്റ എല്ലാം ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ഹെഡ് എന്ന് പറഞ്ഞ സെക്ഷനിലുമാണ്. ഈ രണ്ട് സെക്ഷൻസും കമ്പൽസറിയുമാണ്. ആൻഡ് ഇതെല്ലാം എൻക്ലോസ് ചെയ്യേണ്ടത് HTML എന്ന ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സിനകത്താണ്. ബിക്കോസ് എന്നാൽ ആ HTML ടാഗ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ എൻറ്റയർ വെബ് പേജിനെ ആണ്. നേരത്തെ കാണിച്ച HTML ഡോക്യുമെൻറ്റിൻ്റെ സ്കെൽട്ടണിൽ ഞാൻ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ, കുറച്ച് ഡേറ്റ ആഡ് ചെയ്ത് ഇതിനൊരു സിമ്പിൾ വെബ് പേജ് ആക്കി മാറ്റിയേക്കാണ്. ഇപ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ലൈൻ ഡോക് ടൈപ്പ് HTML എന്ന് പറയുന്നത് അഗെയിൻ HTML5 സിൻടാക്സ് ആണ് ഞാൻ യൂസ് ചെയ്തതെന്ന് ബ്രൗസറിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ലൈൻ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അതിനുശേഷം HTML ഡോക്യുമെൻറ്റ്, ഇപ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ആ ബ്ലൂ സ്ക്രീൻ ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഈ ഡോക്യുമെൻറ്റിൻ്റെ കറസ്പോണ്ടിങ് വെബ് പേജ്. ആ എൻറ്റയർ വെബ് പേജിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് ആ HTML ടാഗ്സ്, ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ്. അതിനകത്ത് ഹെഡ് സെക്ഷനിൽ ഞാൻ മൈ ടൈറ്റിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ വിസിബിൾ അല്ല, കാരണം ഞാൻ എടുത്ത സ്ക്രീൻഷോട്ടിൽ ബ്രൗസറിലെ ടാബ് ഇൻക്ലൂഡ് ചെയ്തല്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത്. ആ ടാബും കൂടി ഇൻക്ലൂഡ് ചെയ്തിരുന്നെങ്കിൽ ആ ടാബിൽ മുകളിൽ മൈ ടൈറ്റിൽ എന്ന് എഴുതി കാണിക്കുന്നത് കാണാമായിരുന്നു. ആൻഡ് കമ്മിങ് ടു ദ ബോഡി സെക്ഷൻ, ഈ ബോഡി ടാഗാണ് ഈ സൈഡിലെ കാണിച്ചേക്കുന്ന സ്ക്രീനിനെ മൊത്തത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിനകത്ത് ഞാൻ എന്തൊക്കെ ചെയ്തേക്കെന്ന് നോക്കാം. ബോഡി ടാഗിനകത്ത്, ബോഡിയുടെ ഓപ്പണിംഗ് ടാഗിനകത്ത് തന്നെ ഞാൻ BG കളർ ഈക്വൽ ടു ഒരു ഹെക്സാഡെസിമൽ വാല്യൂ കൊടുത്തിട്ടുണ്ട്.
ഇത് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുന്നാൽ ഇതിലെ ബി ജി കളറിനെ നമ്മൾ ആട്രിബ്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ആംഗുലാർ ബ്രാക്കറ്റ്സിൽ എഴുതുന്ന എല്ലാം ടാഗ്സ് ആണ്. ആ ടാഗുകൾക്ക് ചില അഡീഷണൽ പ്രോപ്പർട്ടീസ് കൊടുക്കുന്ന കീവേഡ്സിനെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ഒട്ടുമിക്ക ടാഗുകൾക്കും അവരുടേതായിട്ടുള്ള ആട്രിബ്യൂട്ട്സും ഉണ്ട്. ബോഡിക്കുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ബി ജി കളർ. ബി ജി കളർ എന്ന ആട്രിബ്യൂട്ട് ചെയ്യുന്നത് ബോഡി സെക്ഷന് എൻറ്റയർ ആയിട്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ കൊടുത്തേക്കുന്ന ഹെക്സാഡെസിമൽ വാല്യൂ കളേഴ്സിനെ നമ്മൾ കോഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ്. ഇതൊരു ബ്ലൂ കളറാണ് ഡിനോട്ട് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ വാല്യൂ. സോ ആട്രിബ്യൂട്ട്സ് ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാം. ഓരോ ടാഗിനും സ്പെഷ്യലായിട്ടുള്ള പ്രോപ്പർട്ടീസ് ആഡ് ചെയ്യുന്ന കീവേഡ്സിനെ വിളിക്കുന്ന പേരാണ് ആട്രിബ്യൂട്ട്സ്. ബോഡിക്ക് വേറെയും മറ്റ് പല ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ആൻഡ് അടുത്ത കണ്ടൻറ്റ് എന്ന് പറയുന്നത് ബോഡിക്കകത്ത് ഞാൻ ആദ്യം പ്ലേസ് ചെയ്തേക്കുന്ന കണ്ടൻറ്റ് H1 എന്ന ടാഗിനകത്ത് ഹെഡിങ് എന്നുള്ള വാക്കാണ്. ഇതിൽ H1 ഡിനോട്ട് ചെയ്യുന്നത് ഇതൊരു HTML സപ്പോർട്ട് ചെയ്യുന്ന 6 ഡിഫോൾട്ട് ഫോണ്ട് സൈസസ് ഉണ്ട്. അവയെ നമ്മൾ 6 ഡിഫറെൻറ്റ് ടാഗ്സ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. ഒന്ന് H1, പിന്നെ H2, H3 അങ്ങനെ H6 വരെയുള്ള ടാഗുകളുണ്ട്. ഈ 6 ഡിഫോൾട്ട് ആയിട്ടുള്ള ഫോണ്ട് സൈസാണ്. അതിൽ H1 ആണ് ഏറ്റവും ലാർജസ്റ്റ് ഫോണ്ട് സൈസ്, അത് കഴിഞ്ഞ് H2, അത് കഴിഞ്ഞ് H3, അങ്ങനെ H6 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ഫോണ്ട് സൈസ്. പക്ഷേ ഈ 6 ഫോണ്ട് സൈസസ് ഡിഫോൾട്ട് ആണെങ്കിൽ പോലും നമുക്ക് അഡീഷണലി നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ഫോണ്ട് സൈസസ് കൊടുക്കാൻ കഴിയും. അതിന് ഫോണ്ട് എന്നുള്ള ടാഗുണ്ട്. ആ ഫോണ്ട് എന്ന ടാഗിന് സൈസ് എന്നൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അതല്ലാതുണ്ടെങ്കിൽ CSS ഫയൽസ് വഴി നമുക്ക് ഫോണ്ട് സെറ്റ് ചെയ്യാവുന്നതാണ്. ബോഡിയുടെ കേസിൽ തന്നെ ബി ജി കളർ നമുക്ക് ഇവിടെ ഡയറക്റ്റായിട്ട് ആട്രിബ്യൂട്ട് വഴി ബാക്ക്ഗ്രൗണ്ട് കളർ ഡിനോട്ട് ചെയ്യാം. അതല്ലാതുണ്ടെങ്കിൽ അഡീഷണൽ CSS ഫയൽ വഴിയും ചെയ്യാം. സാധാരണ ഡെവലപ്പേഴ്സ് CSS ഫയൽ വഴിയാണ് ഇത്തരത്തിലുള്ള സ്റ്റൈലുകൾ അപ്ലൈ ചെയ്യുന്നത്, അല്ലാതെ ആട്രിബ്യൂട്ട് വഴി ഡയറക്റ്റ് ചെയ്യാറ് ഇല്ല. ഇനി അപ്പോൾ ഞാനിവിടെ ഏറ്റവും ലാർജസ്റ്റ് ഫോണ്ട് വെച്ചിട്ടുള്ള H1 ഫോണ്ട് വെച്ചിട്ടുള്ള ഒരു ഹെഡിങ് ഇൻക്ലൂഡ് ചെയ്തു. ഇനി അതിനുശേഷം ഞാൻ ചെയ്തേക്കുന്നത് HR എന്നൊരു ടാഗ് യൂസ് ചെയ്തേക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ HR എന്ന ടാഗും അതല്ലാതെ ഞാൻ യൂസ് ചെയ്തേക്കുന്ന മറ്റ് ടാഗുകളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. മറ്റ് ടാഗുകൾക്കെല്ലാം ഒരിടത്ത് ഓപ്പൺ ചെയ്തു, അത് മറ്റൊരിടത്ത് ഞാൻ ക്ലോസും ചെയ്തിട്ടുണ്ട്. ഒരു ഡിഫറെൻറ്റ് ടാഗ് യൂസ് ചെയ്ത് ക്ലോസും ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ശ്രദ്ധിക്കുക, എല്ലാവരും പെയറായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. HTML ടോപ്പിൽ ഓപ്പൺ ചെയ്തു, ഏറ്റവും ബോട്ടത്തിൽ ക്ലോസ് ചെയ്തു. അതുപോലെ ഹെഡ് ഓപ്പൺ ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു. ടൈറ്റിൽ ഓപ്പൺ ചെയ്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു. സിമിലർലി എല്ലാ ടാഗും അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്തത്. ബട്ട് എക്സെപ്റ്റ് HR ടാഗ്. HR ടാഗിന് ഓപ്പണിംഗ് മാത്രമേ ഉള്ളൂ, ക്ലോസിംഗ് എന്നൊന്നും ഇല്ല. അതിന് കാരണം HTML സപ്പോർട്ട് ചെയ്യുന്ന ടാഗ്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ക്ലോസ്ഡ് ടൈപ്പ് ടാഗ്സും ഉണ്ട്, ഓപ്പൺ ടാഗ്സും ഉണ്ട്. ഇതിൽ എന്താണ് ഇവരുടെ വ്യത്യാസം ചോദിച്ചാൽ, ക്ലോസ്ഡ് ടാഗ്സ് ആണെങ്കിൽ അവയ്ക്ക് പെയറായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാറ്. അതിനൊരു ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും, ലൈക്ക് ദിസ് ടൈറ്റിൽ ഓപ്പണിംഗ് ടാഗും ഉണ്ടാവും, ക്ലോസിംഗ് ടാഗും ഉണ്ടാവും. അതേസമയം ഓപ്പൺ ടാഗ്സ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാറ്റഗറി ഉണ്ട്. അവർക്ക് ഒരൊറ്റ ടാഗ് മാത്രമേ ഉള്ളൂ, ഒരു പെയറായിട്ടല്ല യൂസ് ചെയ്യുന്നത്. ബിക്കോസ് ഇത്തരം ടാഗുകൾക്ക് അകത്ത് കണ്ടെയ്ൻ ചെയ്യാനായിട്ട് ഡേറ്റ ഒന്നുമില്ല. പകരം ഇവർ ഈ ടാഗ് തന്നെ ഒരു പെർട്ടിക്കുലർ ഡേറ്റ ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ HR എന്ന ഈ ടാഗ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ റൂൾ എന്നുള്ളതാണ്. അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഹൊറിസോണ്ടൽ ലൈനിനകത്ത് വേറെ കണ്ടൻറ്റ് വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇതിന് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സ് ഇല്ലാത്തത്. ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഞാൻ ഹെഡിങ്ങിന് ശേഷം ഒരു HR ടാഗ് യൂസ് ചെയ്തു. അതുകൊണ്ടൊരു വൈറ്റ് കളറിലെ ലൈന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ആൻഡ് അടുത്തത് P എന്നൊരു ടാഗിനകത്ത് ഞാൻ കുറച്ച് വേർഡ്സ് എൻക്ലോസ് ചെയ്തിട്ടുണ്ട്. P റെപ്രസെൻറ്റ് ചെയ്യുന്നത് പാരഗ്രാഫാണ്. അപ്പോൾ പാരഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ടെക്സ്റ്റിനൊക്കെ ഒരു ഡിഫോൾട്ട് ഫോണ്ട് സൈസ് ഉണ്ട്. ആ ഫോണ്ട് സൈസിലാണ് ഇത് കാണുന്നത്. അതുകൊണ്ടാണ് H1 ഫോണ്ട് സൈസും പാരഗ്രാഫിൻ്റെ ഫോണ്ട് സൈസും ഡിഫറൻ്റ് ആയിട്ട് കാണുന്നത്. ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഫോണ്ട് സൈസ് പറയാൻ കഴിയും. അതിന് ഫോണ്ട് എന്നൊരു ടാഗ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ CSS ക്ലാസ്സസ് യൂസ് ചെയ്യാം. ആൻഡ് അതിനുശേഷം ബോഡി ടാഗ് ക്ലോസ് ചെയ്യുന്നു. സോ HTML ഒരു റൂളുണ്ട്, ഒരു ടാഗ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്യേണ്ട ഓർഡർ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ഓപ്പൺ ചെയ്തതായിരിക്കണം ഏറ്റവും ആദ്യം ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ബോഡി സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ബോഡി സെക്ഷനിൽ ഏറ്റവും ആദ്യം ഓപ്പൺ ചെയ്ത ബോഡിയാണ്. സോ അത് ആയിരിക്കണം ഏറ്റവും അവസാനം ക്ലോസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു കണ്ടെയ്ൻ ചെയ്ത് പോകുന്നൊരു ഫോർമാറ്റാണ് HTML നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഈ ഒരു കോഡ് എങ്ങനെയാണ് ഈ പർട്ടിക്കുലർ റൈറ്റ് സൈഡിലെ വെബ്സൈറ്റായി മാറിയതെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ഇനി നമുക്ക് ടാഗ്സ് കുറച്ചുകൂടി ഡീറ്റെയിൽ നോക്കാം. ഞാൻ ഓൾറെഡി കുറേ തവണ ഈ വേർഡ് യൂസ് ചെയ്തതിന് ടാഗ്സ്. ഇതിൽ HTML ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ടാഗ്സ്. അപ്പോൾ നമ്മൾ HTML ഡോക്യുമെൻറ്റിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളെയും നമ്മൾ ടാഗ്സ് ഉപയോഗിച്ചാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ടാഗ്സിന് നമുക്ക് ടാഗ്സ് എന്ന് പറയുന്ന ഓരോ കമ്പോണൻസിന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ ഓരോ കമ്പോണൻസിനെ നമുക്ക് അഡീഷണൽ ആയിട്ട് കൂടുതൽ സ്റ്റൈൽ കൊടുക്കുകയോ കൂടുതൽ പ്രോപ്പർട്ടീസ് കൊടുക്കുകയോ ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യും. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ ടാഗ്സ് എന്ന് പറയുന്ന 2 ടൈപ്പ് ഉണ്ട്. ക്ലോസ് ടാഗ്സ് ഉണ്ട്, ഓപ്പൺ ടാഗ്സും ഉണ്ട്. ക്ലോസ് ടാഗ്സ് ഞാൻ പറഞ്ഞതുപോലെ പെയറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒരു ഓപ്പണിംഗ് ടാഗും കാണും, അതിനുശേഷം ഒരു ക്ലോസിംഗ് ടാഗും കാണും. ആ ക്ലോസിംഗ് ടാഗിൽ പേരിന് തൊട്ട് മുമ്പായിട്ട് ഒരു ഫോർവേഡ് സ്ലാഷും ഉണ്ടാവും. ബാക്കി ആ കമ്പോണൻറ്റിന് വേണ്ടുന്ന ഡീറ്റെയിൽസ് എല്ലാം അതിനകത്താണ്, ഈ 2 ടാഗ്സിനകത്തായിട്ടാണ് എൻക്ലോസ് ചെയ്യുന്നത്. ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് HTML ടാഗ്, P ടാഗ്, ബോഡി ടാഗ് എക്സെട്ര. അങ്ങനെ ഒരുപാട് ടാഗുകൾ ഉണ്ട്, ക്ലോസ് ടൈപ്സ്. കമ്മിങ് ടു ദ ഓപ്പൺ ടാഗ്സ്, അവിടെ പ്രത്യേകിച്ച് കണ്ടൻ്റ് ഒന്നുമില്ല. ആ ടാഗ് ഇറ്റ്സെൽഫ്, ആ ടാഗ് തന്നെ ഒരു കണ്ടൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ഒരു സിംഗിൾ ടാഗ് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചില HTML ടെക്സ്റ്റ് ബുക്സോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻസോ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഓപ്പൺ ടാഗ്, സിംഗിൾ ടാഗ്സ് ചില സ്ഥലങ്ങളിൽ ഈ ടാഗ് എന്നുള്ള വാക്ക് അല്ലെങ്കിൽ ആ ടാഗ് നെയിമിന് ശേഷം ഒരു ഫോർവേഡ് സ്ലാഷ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് തെറ്റല്ല, അതും ശരി തന്നെയാണ്. പക്ഷേ നമ്മളിപ്പോൾ ടാഗ് ചെയ്യുന്ന HTML5 സിൻറ്റാക്സ് ആണ്. HTML5 സിൻറ്റാക്സിൽ ആ ഫോർവേഡ് സ്ലാഷ് ഒഴിവാക്കിയിട്ടുണ്ട്. മുൻപുള്ള വേർഷൻസിൽ ഇവിടെ ടാഗ് നെയിമിന് ശേഷം ഒരു ഫോർവേഡ് സ്ലാഷും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സിംഗിൾ ടാഗ്സിനെ മനസ്സിലാക്കിക്കൊണ്ടിരുന്നത്. ബട്ട് HTML5 അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് HTML5 വെച്ച് റൈറ്റ് ചെയ്യുന്ന ഒരു ഡോക്യുമെൻറ്റിൽ അറിയാതെ ഇവിടെ ഒരു സ്ലാഷ് ഇട്ട് പോയാൽ പോലും പ്രശ്നമില്ല. ബ്രൗസർ അതിനെ ജസ്റ്റ് ഇഗ്നോർ ചെയ്യുകയേ ഉള്ളൂ. സോ അതൊരു എറർ അല്ല, സിൻറ്റാക്സ് എറർ അല്ല. ആൻഡ് അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് BR ടാഗ്, HR ടാഗ്. BR ഉദ്ദേശിക്കുന്ന ബ്രേക്ക് റൂൾ. അത് എന്താ വെച്ചാൽ ബ്രേക്ക് കിട്ടാനാണ്, ലൈൻ ബ്രേക്കിന് പകരം, അതായത് ഒരു കണ്ടൻറ്റ് അടുത്ത ലൈനിലേക്ക് പോകാൻ, അടുത്ത ന്യൂ ലൈൻ എൻ്റർ കീ പോലെ ആക്ട് ചെയ്യുന്ന ഒന്നാണ് ബ്രേക്ക് ടാഗ്. ആൻഡ് HR നമ്മൾ ഓൾറെഡി കണ്ടു. ആൻഡ് ഇമേജ് ടാഗ്, ഒരു ഇമേജ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ IMG എന്നുള്ള ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതിന് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഇല്ല, പകരം ഒറ്റ ടാഗേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ ആട്രിബ്യൂട്ടായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഇമേജിൻ്റെ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് SRC എന്ന ആട്രിബ്യൂട്ടാണ്. SRC സ്റ്റാൻഡ്സ് ഫോർ സോഴ്സ്. ആ SRC ആട്രിബ്യൂട്ടിലാണ് നമ്മൾ ഇമേജിൻ്റെ പാത്ത് ഡിനോട്ട് ചെയ്യുന്നത്. ആ പാത്ത് അവിടെ ഡിനോട്ട് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, വേറെ കണ്ടൻ്റ് ഒന്നും വരുന്നില്ല. സോ അതൊരു സിംഗിൾ ടാഗ് ആണ്. ഇനി ആട്രിബ്യൂട്ട്സിലേക്ക് വരുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ടാഗ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു കമ്പോണൻറ്റിനെയാണ്. ആ കമ്പോണൻറ്റിനെ നമ്മുടെ ഇഷ്ടപ്രകാരം സ്റ്റൈലൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് അഡീഷണൽ പ്രോപ്പർട്ടീസ് കൊടുക്കാനോ ആണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് യൂഷ്വലി ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് സ്റ്റൈൽസ് കൊടുക്കാനായിട്ട് നമ്മൾ ആട്രിബ്യൂട്ട് അധികം യൂസ് ചെയ്യാറില്ല. ബിക്കോസ് അതിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ലാംഗ്വേജാണ്, സ്റ്റൈൽ കൊടുക്കാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു ലാംഗ്വേജാണ് CSS, കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ്. സോ സ്റ്റൈൽ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് വെബ് ഡെവലപ്പേഴ്സ്, പ്രൊഫഷണൽ വെബ് ഡെവലപ്പേഴ്സ് അധികമായിട്ട് യൂസ് ചെയ്യാറില്ല. ഇൻസ്റ്റെഡ് പ്രോപ്പർട്ടീസ് അപ്ലൈ ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ പോലെ ഇമേജിന് ആ ഇമേജിൻ്റെ സോഴ്സ് പാത്ത് കണ്ടുപിടിക്കാൻ, പാത്ത് മെൻഷൻ ചെയ്യാനായിട്ട് SRC എന്നൊരു ആട്രിബ്യൂട്ട് യൂസ് ചെയ്യും. അത് നമ്മൾ അതും ആക്ച്വലി വേണമെങ്കിൽ CSSലേക്ക് മാറ്റാവുന്നതാണ്, ബട്ട് അങ്ങനെ അത് ചെയ്യാറില്ല. CSS മെയിൻലി നമ്മൾ സ്റ്റൈലിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന ഒന്നാണ്. ആൻഡ് as I said, attributes can be defined in HTML itself. അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് CSSനകത്ത് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടാഗ്സും അവരുടെ ഫങ്ഷൻസും നോക്കാം. ബിക്കോസ് ഇത് അറിഞ്ഞിരിക്കാമെങ്കിൽ, ഈ ഒരു ടേബിൾ അറിയാമെങ്കിൽ തന്നെ നമുക്ക് HTML നിന്ന് വരുന്ന ഒട്ടുമിക്ക ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയും. ബിക്കോസ് മോസ്റ്റ് ക്വസ്റ്റ്യൻസ് റെഫേഴ്സ് ടു ടാഗ്സ് ആൻഡ് ദർ ഫങ്ഷൻസ്. സോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ടാഗ്സ് HTML-ലുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും കോമൺ ആയിട്ടുള്ള കുറച്ച് ടാഗ് മാത്രമാണ് ഈ പ്രസൻറ്റേഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ നമുക്ക് നോക്കാം HTML. അത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇറ്റ് റെപ്രസെൻറ്റ്സ് ദി എൻറ്റയർ വെബ് പേജ്. അതാണ് HTML-ൻ്റെ പർപ്പസ്. HTML ടാഗ് ഇല്ലാതെ നമുക്കൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യാൻ കഴിയുകയേ ഇല്ല. അടുത്തത് A ടാഗ്.
എ ടാഗും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ബിക്കോസ് ഞാൻ ഇനിഷ്യൽ സ്ലൈഡ്സിൽ പറഞ്ഞാണ് HTML യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജസിൽ ഫോർ നാവിഗേഷൻ വി ആർ യൂസിങ് സംതിങ് കോൾഡ് ഹൈപ്പർ ലിങ്ക്സ്. ആ ഹൈപ്പർ ലിങ്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. ഓക്കെ, നമുക്കൊരു ടെക്സ്റ്റിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു വെബ് പേജിലേക്ക് കൊണ്ടുപോകണം. അതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ടെക്സ്റ്റ് മാത്രമല്ല ഇമേജസിനെയും നമുക്ക് ഹൈപ്പർ ലിങ്ക്സ് ആക്കി മാറ്റാനായിട്ട് കഴിയും. സോ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ടാഗാണ് എ ടാഗ്. നൗ ബോഡി ടാഗ് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ടു കഴിഞ്ഞു. വെബ് പേജിൻ്റെ ബോഡിയെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബോഡി ടാഗ്. BR ടാഗ് അത് യൂസ് ചെയ്യുന്ന ലൈൻ ബ്രേക്കിന് വേണ്ടിയിട്ടാണ്. കണ്ടൻറ്റ് ഒരു ലൈനിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്തു, ഇനി അടുത്ത ലൈനിൽ ബാക്കി കണ്ടൻറ്റ് പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് BR ടാഗ്. ആൻഡ് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആൻ ഓപ്പൺ ടാഗ്. ആൻഡ് ബട്ടൺ യൂസ് ചെയ്യുന്ന ബട്ടൺസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം വെബ്സൈറ്റ്സിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ബട്ടൺസ് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഒരു ലോഗിൻ ഫോം ഉണ്ടെങ്കിൽ ആ ഫോമിൻ്റെ അവസാനം ലോഗിൻ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടാവും. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയോ ഒരു ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ആ ഫങ്ഷൻസ് ആക്ച്വലി ഡിഫൈൻ ചെയ്തേക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. സോ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബട്ടൺ ടാഗ്, അതിനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ കഴിയും യൂസിങ് ആട്രിബ്യൂട്ട്സ് ഓർ യൂസിങ് CSS ക്ലാസ്സസ്. നെക്സ്റ്റ് ഈസ് ഫോം. വെബ്സൈറ്റ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻ്റ് ആണ് ഫോം. ബിക്കോസ് ഒരു യൂസർ ഇൻട്രാക്റ്റീവ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഫോംസിൻ്റെ ആവശ്യം വളരെ വലുതാണ്. ബിക്കോസ് ഫോർ എക്സാമ്പിൾ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നെങ്കിൽ തന്നെ ആദ്യം ഒരു ഫോമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുന്നത് അതും ഒരു ഫോമാണ്. സോ ഒരു യൂസർ ഇൻട്രാക്റ്റീവ് വെബ്സൈറ്റ്സിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ഘടകമാണ് ഫോം. ആ ഫോംസ് ഡിഫൈൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടാഗാണ് ഫോം ടാഗ്. അടുത്തത് HX എന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ദാറ്റ് X സ്റ്റാൻഡ്സ് ഫോർ ആൻ ഇൻറ്റിജർ ഇൻ റേഞ്ച് 1 to 6, അതായത് H1, H2, H3, H4, H5, H6. അതിനെ കളക്റ്റീവ്ലി ഞാൻ HX എന്ന് പറഞ്ഞതാണ്. അല്ലാതെ നമ്മൾ ഡയറക്റ്റ്ലി HX എന്ന് ഒരിക്കലും ഡോക്യുമെൻറ്റിൽ ടൈപ്പ് ചെയ്യില്ല. ഇവിടെ ഡിഫോൾട്ടായിട്ടുള്ള 6 ഫോണ്ട് സൈസസ് ആണ്. H1 ആണ് ലാർജസ്റ്റ്, H6 ആണ് സ്മോളസ്റ്റ്. അഗെയിൻ ആസ് ഐ സെഡ് നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സൈസ് കൊടുക്കാനായിട്ട് വേറെ വഴി ഉണ്ട്. നൗ കമ്മിങ് ടു ഹെഡ്, ഞാൻ പറഞ്ഞു നമ്മുടെ മെറ്റാ ഇൻഫർമേഷൻ, വെബ്സൈറ്റിൻ്റെ മെറ്റാ ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യാനാണ് ഹെഡ് ടാഗ് യൂസ് ചെയ്യുന്നത്. അതായത് അഡീഷണൽ ഫയൽസിനെ HTML ഡോക്യുമെൻ്റായിട്ട് ലിങ്ക് ചെയ്യാനോ ടൈറ്റിൽ മെൻഷൻ ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങൾ. ആൻഡ് ഇമേജ് ടാഗ് ഇമേജ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ടാഗാണ് ഇൻപുട്ട്. ഈ ഇൻപുട്ട് ടാഗ് ആക്ച്വലി നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യാൻ പോകുന്നത് ഫോംസിൻ്റെ കൂടെയാണ്. കാര്യം ഒരു ഫോമിനകത്ത് പലതരത്തിലുള്ള ഡേറ്റ നമുക്ക് ഇൻപുട്ടായിട്ട് കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ അത് യൂസർ നെയിം ഒരു ടെക്സ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കാം, ഫോൺ നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ റേഡിയോ ബട്ടൺസ് നിന്ന് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിരിക്കാം. സോ ഇത്തരത്തിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് മെത്തേഡ്സിനെ ഡിഫൈൻ ചെയ്യാനാണ് ഇൻപുട്ട് ടാഗ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് ഇൻപുട്ട് ടാഗിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ടാണ് ടൈപ്പ്. ആ ടൈപ്പ് ആട്രിബ്യൂട്ട് വഴിയാണ് ഏത് തരത്തിലുള്ള ഇൻപുട്ട് ടൈപ്പാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സച്ച് ആസ് റേഡിയോ ബോക്സ്, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്, ടെക്സ്റ്റ് ഏരിയ, ന്യൂമറിക്കൽ ഇൻപുട്ട്, അത്തരത്തിൽ ടൈപ്പ് ഡിഫൈൻ ചെയ്യുന്ന ആ ടൈപ്പ് എന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ്. അടുത്ത 3 അഗെയിൻ തമ്മിൽ റിലേറ്റഡ് ആയിട്ടുള്ള 3 ടാഗ്സ് ആണ് LI, OL ആൻഡ് UL. LI സ്റ്റാൻഡ്സ് ഫോർ ലിസ്റ്റ് ഐറ്റം. നമുക്ക് ചില സമയത്ത് വെബ്സൈറ്റിൽ കുറച്ച് ലിസ്റ്റ് ഐറ്റംസ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടി വരും. അതിൽ താഴത്തെ ടാഗ് ആദ്യം നമുക്ക് നോക്കാം, OLഉം ULഉം. OL സ്റ്റാൻഡ്സ് ഫോർ ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് UL സ്റ്റാൻഡ്സ് ഫോർ അൺഓർഡേർഡ് ലിസ്റ്റ്. അതായത് ചില ലിസ്റ്റുകളിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഓർഡറിങ് കൊടുക്കേണ്ടി വരും. അതായത് നമ്പേഴ്സ്, ഐദർ നമ്പേഴ്സ് 1, 2, 3 നമ്പേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ റോമൻ ന്യൂമറൽസ് കൊടുക്കാം, സ്മോൾ ലെറ്റർ റോമൻ ന്യൂമറൽസ് കൊടുക്കാം, അതല്ലെങ്കിൽ ലെറ്റേഴ്സ് വെച്ച് ABC എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാം. അത്തരത്തിൽ ഓർഡർ ചെയ്താണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളതിന് ഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യും. അല്ല, നമുക്ക് ബുള്ളറ്റ്, സ്ക്വയർ പോലുള്ള സിമ്പിൾസ് വഴി ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി, അതിന് പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ അൺഓർഡേർഡ് ലിസ്റ്റ് യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ഒരു ലിസ്റ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ്, ഓരോ ലിസ്റ്റ് ഐറ്റത്തിനെയും റെപ്രസെൻറ്റ് ചെയ്യാനാണ് LI ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി ലിങ്ക് ടാഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ലിങ്ക് ടാഗ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഹെഡ് സെക്ഷനകത്ത് നമ്മൾ ചെയ്യുന്നത് അഡീഷണലായിട്ട് സപ്പോർട്ടിങ് എന്ന ഫയൽസ് ഉണ്ടെങ്കിൽ അതിനെ ഇമ്പോർട്ട് ചെയ്യുന്ന ജോലി ഹെഡിനകത്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു.
ഇപ്പോൾ സപ്പോസ് CSS ഫയലുണ്ട്, HTML ഡോക്യുമെൻറ്റിന് കറസ്പോണ്ടിങ് ഒരു CSS ഫയൽ ഉണ്ടെങ്കിൽ അതിനെ ഈ HTML ഡോക്യുമെൻ്റായിട്ട് ലിങ്ക് ചെയ്യാനായിട്ട് നമ്മൾ ലിങ്ക് എന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ആ ലിങ്ക് എന്ന ടാഗിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ട് വഴി CSS ഫയലിൻ്റെ പാത്ത് മെൻഷൻ ചെയ്യാറാണ് ഉള്ളത്. അടുത്തത് P ടാഗ്. എഗെയിൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, പാരഗ്രാഫ് ഓഫ് ടെക്സ്റ്റ് റെപ്രസെൻറ്റ് ചെയ്യാനാണ് P ടാഗ് യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ടാഗ്, ആക്ച്വലി ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക്, ഞാൻ പറഞ്ഞു, ഒരു വെബ്സൈറ്റിനെ യൂസർ ഫ്രണ്ട്ലി ആക്കാൻ അല്ലെങ്കിൽ യൂസർ ഇൻട്രാക്റ്റീവ് ആക്കാൻ നമ്മൾ അഡീഷണൽ ജാവാസ്ക്രിപ്റ്റ് കോഡും കൂടി ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അത് രണ്ട് തരത്തിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഒന്ന്, ജാവാസ്ക്രിപ്റ്റ് കോഡ് എൻറ്റയർലി നമുക്കൊരു സെപ്പറേറ്റ് ഫയലിൽ എഴുതിയിട്ട് അതിനെ HTML ഡോക്യുമെൻറ്റിലെ ഹെഡ് സെക്ഷൻ വഴി ലിങ്ക് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നൊരു കാര്യം എന്ന് പറയുന്നത്, കുറച്ച് ജാവാസ്ക്രിപ്റ്റ് കോഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ HTML ഡോക്യുമെൻറ്റിനകത്ത് തന്നെ ആ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് എഴുതാനായിട്ട് കഴിയും. അങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ ബ്രൗസറിന് തിരിച്ചറിയാൻ കഴിയണം ഇത് HTML അല്ല ജാവാസ്ക്രിപ്റ്റ് ആണെന്ന് തിരിച്ചറിയാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് ടാഗിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സിനകത്ത് എഴുതുന്ന കാര്യങ്ങളെല്ലാം ബ്രൗസർ ജാവാസ്ക്രിപ്റ്റ് കോഡായിട്ട് കൺസിഡർ ചെയ്യും. HTML ഡോക്യുമെൻറ്റിൽ നിന്ന് വേറിട്ട് നിർത്താനാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ആസ് ഐ സെഡ്, നമുക്കത് സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിച്ച് മാത്രമേ ജാവാസ്ക്രിപ്റ്റ് കോഡ് എഴുതാൻ പറ്റുമെന്ന് നിർബന്ധമില്ല. We can also write JavaScript code in a separate file and then link it to the HTML file. But if the question is asking about the tag that is used to write JavaScript code within the HTML document, then the answer is script tag. അത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കഴിഞ്ഞൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ടൈറ്റിൽ. അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ബ്രൗസറിൽ ഒരു വെബ് പേജ് റെൻഡർ ചെയ്യുമ്പോൾ ആ ബ്രൗസറിലെ ടാബിൽ എഴുതി കാണിക്കാനുള്ള പേരാണ് ടൈറ്റിൽ ടാഗ്. അത് നമ്മൾ ഹെഡ് സെക്ഷനകത്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു 3 ടാഗ്സ് ഞാൻ ഒന്നിച്ച് എഴുതിയിട്ടുണ്ട്, B, I ആൻഡ് U. ഇത് ആക്ച്വലി 3 ഡിഫറെൻറ്റ് ടാഗ്സ് ആണ്. പക്ഷേ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ബോൾഡ്, ഇറ്റാലിക് ആൻഡ് അണ്ടർലൈൻ റെസ്പെക്റ്റീവ്ലി. നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റിനെ നമുക്ക് സ്റ്റൈലൈസ് ചെയ്യാനായിട്ട് കുറേ ആട്രിബ്യൂട്ട്സും CSS ക്ലാസ്സസും ഉണ്ട്. അതല്ലാതെ നമുക്ക് സിമ്പിളായിട്ടൊരു ടെക്സ്റ്റിനെ ജസ്റ്റ് ബോൾഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ടെക്സ്റ്റിനെ B ടാഗ്സിന്, ബിയുടെ ഓപ്പണിങ്ങിനും ക്ലോസിംഗ് ടാഗ്സിനും ഇടയ്ക്ക് എഴുതിയാൽ മതി. അതുപോലെ ഇറ്റാലിക്സ് ഫോണ്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ Iയുടെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ടാഗ്സിന് അകത്ത് എൻക്ലോസ് ചെയ്താൽ മതി. അതുപോലെ U റെപ്രസെൻറ്റ് ചെയ്യുന്ന അണ്ടർലൈൻ ചെയ്യാനായിട്ടാണ്. ആൻഡ് these given tags are related to creating tables in HTML document. ടേബിൾ ടാഗ് യൂസ് ചെയ്യുന്നത് ഒരു ടേബിൾ ഡിഫൈൻ ചെയ്യാനാണ്. സോ ആ ടേബിളിൻ്റെ എല്ലാ കണ്ടൻസും ടേബിളിൻ്റെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ടാഗ്സിന് അകത്തായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അതിനകത്ത് വരുന്ന കണ്ടൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ടേബിൾ ഹെഡ് വരുന്നുണ്ട്, അതാണ് T ഹെഡ്. ടേബിൾ ഹെഡിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. ആൻഡ് TH എന്ന് പറയുന്നത് ടേബിൾ ഹെഡിങ്ങിനകത്ത് വരുന്ന ഓരോ എൻട്രിയെയും റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടാണ്. അതായത് നമ്മുടെ കോളം ഹെഡിങ്സ്, അതിന് കുറച്ചുകൂടെ ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും കിട്ടുന്നത്. TR എന്ന് പറയുന്നത് ഒരു ടേബിൾ റോയിനെ റെപ്രസെൻറ്റ് ചെയ്യണം, ഒരു എൻറ്റയർ റോയിനെ റെപ്രസെൻറ്റ് ചെയ്യാനാണ്. എന്നിട്ട് ആ ഓരോ റോയിലെയും ഓരോ ഡേറ്റയെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് TD ടാഗ് യൂസ് ചെയ്യുന്നു. ആൻഡ് T ബോഡി എന്ന് പറയുന്നത് T ഹെഡ് പോലെ, T ഹെഡ് ഹെഡിങ് വരുന്നു, T ബോഡി എന്ന് പറയുന്നത് ടേബിളിൻ്റെ ബോഡി പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ആ T ബോഡിക്കകത്താണ് നമ്മൾ TRസും TDസും ഒക്കെ യൂസ് ചെയ്യുന്നത്. സോ ഇത്രയാണ് HTML അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടാഗ്സിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി സെലക്ട് ചെയ്ത കുറച്ച് ടാഗ്സ്. ഇവരുടെയൊക്കെ ഫംഗ്ഷൻസ് അറിഞ്ഞിരിക്കുക. ഇത്രയും ഫംഗ്ഷൻസ് അറിയാമെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിൽ HTML എന്ന് വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ബിക്കോസ് ഇതുവരെയുള്ള ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ HTML ടാഗുകളും അവരുടെ ഫംഗ്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടാണ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദിസ് വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ HTML ഡീറ്റെയിൽ ആയിട്ട് നോക്കി. എല്ലാവർക്കും ഇതിൽ നിന്നുള്ള ഡൗട്ട്സ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. സോ താങ്ക് യു ഫോർ ലിസണിങ്.